അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയനായ അധ്യക്ഷൻ മുബശ്ശിർ കോട്ടക്കൽ, പ്രിയങ്കരനായ ISM സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പീഡിയേക്കൽ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും നിരവധി പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാൻ മാസത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും പരീക്ഷണങ്ങളിലും ഏറെ മനസ്സു വേദനിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ ഒരു കൺവെൻഷൻ സെന്റർ നമുക്ക് വേണ്ടി അനുവദിച്ച ഹംസ സാഹിബ് അടക്കം അല്ലാഹു ഓരോരുത്തരുടെ അസുഖം എളുപ്പം ശിഫ നൽകുകയും ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തൗഹീദ് ജീവിത സമാധാനത്തിൻ്റെ ദർശനം എന്ന ഒരു വലിയ വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ പരസ്പരം പഠിക്കാനും ചർച്ച ചെയ്യാനുമാണ് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് ഇസ്ലാമിക ചരിത്രത്തിൽ താബീങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഏറെ മനോഹരമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ചുവന്ന ഒട്ടകങ്ങളുള്ള ഒരാൾ ആ ഒട്ടകത്തെയും കൊണ്ട് അതിനാവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി മേയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഒട്ടകം സഞ്ചരിക്കുന്നതിനിടയിൽ ഭംഗിയായൊരു തോട്ടം കാണുകയും കുറച്ചൊട്ടകങ്ങൾ ആ തോട്ടത്തിലേക്ക് കയറുകയും ആ തോട്ടത്തിലുള്ള ചില കായ്ക്കനികൾ, സസ്യങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ കാഴ്ച കണ്ട തോട്ട മുതലാളി ഒരു വലിയ പാറക്കല്ലെടുത്ത് ഒട്ടകത്തിൻ്റെ നേരെ എറിയുകയും ആ ഏറുകൊണ്ട ഒരു ചുവന്ന ഒട്ടകം ചത്തുപോകുകയും ചെയ്തു. അത് കണ്ട ദേഷ്യം പിടിച്ച ഒട്ടകത്തിൻ്റെ മുതലാളി ആ തോട്ടത്തിലുള്ള വ്യക്തിയുമായി പരസ്പരം കയ്യാങ്കളി ബന്ധത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു മർദ്ദനം കൊണ്ട് ആ തോട്ടത്തിലുള്ള തൊഴിലാളി മരണപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകൾ അവരെ പിടികൂടുകയും അന്ന് ഭരിക്കുന്ന ഖലീഫയുടെ അരികിലേക്ക് ആ വ്യക്തിയെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. സംഭവങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഭരണാധികാരി തിരിച്ചു പറഞ്ഞു, അൽ ഖത്ലു ബിൽ ഖത്ൽ, കൊലക്ക് കൊലയാണ് ഇസ്ലാമിലെ പ്രതികാരം.
അതുകൊണ്ട് അന്യായമായി ഒരു മനുഷ്യനെ കൊന്ന താങ്കളെ കൊല്ലാൻ ഈ കോടതി വിധിക്കുന്നു. എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടോ എന്ന ഒട്ടകത്തിൻ്റെ മുതലാളിയോട് ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എൻ്റെ ബാക്കിയുള്ള ഒട്ടകങ്ങളെ എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് എത്തിക്കണം. എൻ്റെ കുടുംബത്തോട് എനിക്ക് കൊടുക്കേണ്ട ചില വസിയത്തുകളും കൊടുക്കണം. അതുകൊണ്ട് എന്നെ അല്പ ദിവസത്തേക്ക് പോകാൻ വേണ്ടി അനുവാദം തരണം. ഉടനെ ഭരണാധികാരി തൻ്റെ സദസ്സിലിരിക്കുന്ന വ്യക്തികളോട് സൂചിപ്പിച്ചു, നിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യന് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തം നാട്ടിലേക്ക് അതിനുവേണ്ടി ഞാൻ വിടാൻ ഒരുക്കമാണ്. പക്ഷെ ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ ജാമ്യം നിന്ന വ്യക്തിയെ ഞാൻ കൊല്ലുകയും ചെയ്യുന്നതാണ്. പല ആളുകളുടെ അരികിലേക്കും ആ ഒട്ടക മുതലാളി ചെന്നു. അവസാനം ഒരു സ്വഹാബി ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കുന്നു, താങ്കൾ തിരിച്ചു പോയിക്കൊള്ളുക. അവസാനം നിശ്ചയിക്കപ്പെട്ട ദിവസമെത്തി. പലരും ജാമ്യം നിന്ന സ്വഹാബിയുടെ അരികിൽ ചെന്ന് ചോദിച്ചു, ഞങ്ങളൊക്കെ ഒഴിവായിട്ടും നീയല്ലേ അതിന് നിന്നത്? നീയല്ലേ വലിയ ആളാവാൻ നോക്കിയത്? അനുഭവിച്ചോ? നീ ജാമ്യം നിന്ന വ്യക്തി ഒട്ടക മുതലാളി തിരിച്ചു വന്നിട്ടില്ല, പകരം നിന്നെ കൊല്ലാനാണ് ഖലീഫയുടെ ഭരണാധികാരിയുടെ തീരുമാനം. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്ത് നിന്നും ഓടിക്കതച്ച് വേർപ്പിൽ കുളിച്ച ആ മനുഷ്യൻ ഓടിക്കതച്ച് വന്നിട്ട് പറഞ്ഞു, ഞാൻ എത്തി, എൻ്റെ സഹോദരനെ ആ പ്രതികാര നടപടിയിൽ നിന്നും മാറ്റിവെക്കുക, പകരം എന്നെ നിങ്ങൾ വധിക്കുക. ഈ കാഴ്ച കണ്ട ഭരണാധികാരി അത്ഭുതത്തോടെ തിരിച്ചു വന്ന ഒട്ടകത്തിന്റെ മുതലാളിയോട് ചോദിച്ചു, സഹോദരാ, നീ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് പകരം ഈ മനുഷ്യൻ കുരിശ് അഥവാ കൊല്ലപ്പെടുമായിരുന്നു. എന്തുകൊണ്ടാ താങ്കൾ തിരിച്ചു വന്നത്? ആ ഒട്ടക മുതലാളിയുടെ തിരിച്ചുള്ള മറുപടി, എൻ്റെ പ്രവാചകൻ എന്നെ ചതിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ റബ്ബെനിക്ക് അനുവദിച്ചു തന്ന ഖുർആനിക വിശ്വാസത്തിലൂടെ എനിക്ക് ജാമ്യം നിന്നൊരു സാധു മനുഷ്യനെ കൊല്ലാൻ എൻ്റെ റബ്ബെന്നോട് കൽപ്പിച്ചിട്ടില്ല. ഞാനെങ്ങാനും തിരിച്ചു വരാതിരുന്നാൽ ഈ ചരിത്രം വായിക്കുന്ന പിൻകാലഘട്ടത്തിലുള്ള ആളുകൾ ചോദിക്കും, റബ്ബിൽ വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിലും ഇങ്ങനെ കപടന്മാരുണ്ടായിരുന്നോ? ഇങ്ങനെയും വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് ഈ ചരിത്രം വായിക്കുന്ന ആളുകൾ എന്നെയും എൻ്റെ പ്രവാചകനെയും എൻ്റെ ഇസ്ലാമിനെയും അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ എൻ്റെ റബ്ബിനോടും എൻ്റെ റസൂലിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. ഒരിക്കലും എന്നെ കൊണ്ട് എൻ്റെ ഇസ്ലാമോ എൻ്റെ പ്രവാചകനോ എൻ്റെ റബ്ബോ അപമാനിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അത്ഭുതത്തോടെ വീണ്ടും ഭരണാധികാരി ജാമ്യം നിന്ന വ്യക്തിയോട് ചോദിച്ചു, സഹോദരാ, താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കാനുള്ള കാരണം എന്താ? ജാമ്യം നിന്ന മനുഷ്യൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, ഭരണാധികാരി, അബദ്ധം കൊണ്ട് കൊലപാതകിയായി തീർന്ന എൻ്റെ സഹോദരന് അവന്റെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ വേണ്ടി അവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ അനുവാദം ചോദിച്ചപ്പോ ആ മനുഷ്യന്റെ വിശ്വാസത്തെയും അവന്റെ ജീവിതത്തെയും മനസ്സിലാക്കുന്ന എന്നെപ്പോലെ ഒരാൾ ജാമ്യം നിന്നിട്ടില്ലെങ്കിൽ ഈ ചരിത്രം പിൻകാലഘട്ടത്തിൽ വായിക്കുന്ന ആളുകൾ ചോദിക്കും, ഇങ്ങനെയും കരുണയില്ലാത്ത സാഹോദര്യ സ്നേഹമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നോ ഇസ്ലാമിൽ എന്നവരെ ചോദിച്ചാൽ അതെൻ്റെ പ്രവാചകനും എൻ്റെ റബ്ബിനും എൻ്റെ ദീനിനും അതൊരു വലിയ കുറച്ചില്ല. ഒരാളും എൻ്റെ ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാ ആരുമല്ലാതിരുന്ന ആ മനുഷ്യന് വേണ്ടി ഞാൻ ജാമ്യം നിന്നത്. ഇത് രണ്ടും കേട്ടപ്പോ തിരിച്ചു കൊല്ലണം എന്ന് അവകാശപ്പെട്ടിരുന്ന കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ മക്കൾ പറഞ്ഞു, അദ്ദേഹത്തെ ഞങ്ങൾക്ക് കൊല്ലണം എന്നില്ല, പ്രതികാര നടപടിയില്ല, ഞങ്ങൾ അദ്ദേഹത്തിന് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല. അത്ഭുതത്തോടെ ഭരണാധികാരി ചോദിച്ചു, എന്തേ കാരണം? ആ മക്കൾ പറഞ്ഞു, ഇത്രയും സ്നേഹത്തോടെ ഒരു മനുഷ്യനെ കൊലക്ക് കൊടുക്കാൻ താല്പര്യമില്ലാതെ തിരിച്ചു വന്നവനും ആരുമല്ലാത്തൊരു മനുഷ്യന് വേണ്ടി ജാമ്യം നിന്ന ഈ മനുഷ്യനും കാണിച്ച സ്നേഹം, ഈ മനുഷ്യർ കാണിച്ച പരസ്പരമുള്ള കടമ, അത് കണ്ടിട്ടും അത് മനസ്സിലാക്കാതെ പ്രതികാര നടപടിക്ക് വേണ്ടി വീണ്ടും വാശി കാണിക്കുന്ന മക്കളാണ് ഞങ്ങൾ എന്ന് ഈ ചരിത്രം വായിക്കുന്ന പിൻകാലഘട്ടത്തിൽ ആർക്കെങ്കിലും തോന്നിയാൽ അതെന്റെ പ്രവാചകനും
എൻ്റെ റബ്ബിനോടും എൻ്റെ ദീനിനോടും ഞങ്ങൾ ചെയ്യുന്ന പാതകമായിരിക്കും. അവസാനം 3 പേരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മുൻപിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോകുമ്പോൾ ഈ ചരിത്രം ലോകത്തിന് കൊടുക്കുന്നൊരു മാതൃകയുണ്ട്. പരസ്പര സ്നേഹത്തിൻ്റെ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നാളെ റബ്ബിന്റെ അരികിലേക്കുള്ള യാത്രയാണ് ജീവിതമെന്ന് ചിന്തിച്ച് പടച്ച റബ്ബിന്റെ ആഹാരം പ്രതീക്ഷിച്ച് ജീവിച്ച ഒരു യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ തഖ്വയിൽ ഉൾക്കൊണ്ട മുത്തഖീങ്ങളുടെ ജീവിതമായിരുന്നു ഈ ചരിത്രത്തിലൂടെ ലോകത്ത് നമ്മൾ കാണിച്ചു കൊടുത്തതും തിരിച്ചറിയാൻ പഠിപ്പിച്ചു കൊടുത്ത ചരിത്രവും. പ്രിയപ്പെട്ടവരെ, ആ തൗഹീദാണ് ഇന്ന് പടച്ച റബ്ബ് നമ്മളെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നത്. തൗഹീദിന്റെ കുറവ് കൊണ്ട് മാത്രമേ ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം ഏറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ഏത് രംഗത്ത് മുസ്ലിം സമുദായം തകർന്നിട്ടുണ്ടോ ആ തകർച്ചക്കൊക്കെയുള്ള കാരണം ഏകനായ റബ്ബിൽ നിന്നും അകലുകയും തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്ന കാരണം കൊണ്ടാണെന്ന് ഈ ലോകത്തുള്ള ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ്വപ്രവാചകന്മാരോടും അല്ലാഹു തആല കൊടുത്ത വാക്ക്, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ജാറങ്ങളിലും മക്ബറകളിലും ചെന്ന് നിർമ്മിക്കപ്പെട്ട ബിംബങ്ങൾക്ക് മുൻപിൽ സുജൂദുകളും നേർച്ചകളും അർപ്പിച്ചിരുന്ന ഒരു ജനതയെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഏറ്റവും മനോഹരമായ ഒരു രംഗത്തേക്ക് ലോകത്തിന്റെ പ്രവാചകന് കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ആ സഹാബത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ ഇന്നും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ തൗഹീദിന്റെ വചനങ്ങളാണ്. ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടില ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റുകൾ, മടവൂരിലെ പറമ്പിൽ പിടിച്ചിറക്കി കയറിപ്പോകുന്ന ഷെയ്ഖിന്റെ കറാമത്ത് കേട്ട് തക്ബീർ വിളിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ കുതിച്ചു പായുന്ന കപ്പലിന്റെ എഞ്ചിന് കേടുപറ്റിയപ്പോ ഷെയ്ഖിന്റെ പേരിൽ 100 കുത്തുബിയത്ത് ചൊല്ലിയപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ ഷെയ്ഖുന നടന്നു വന്ന് കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് കപ്പലിന്റെ എഞ്ചിന് തട്ടുതട്ടിയപ്പോ കോഴിക്കോട് കടപ്പുറത്തേക്ക് നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ എത്തി എന്ന് വ്യാഖ്യാനിക്കുന്ന പാമരന്മാരായ മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്കും കെട്ടുകഥകളിലേക്കും കൊണ്ടുപോകുന്ന തലേക്കെട്ടുകാരായ പുരോഹിതന്മാരാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ഏറെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമോ 9 മാസം ഗർഭം ധരിച്ച പെണ്ണ് ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ലെന്ന ഫത്വയുടെ പേരിൽ സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ വേദന സഹിച്ച് പ്രസവിച്ചു വീണപ്പോ തന്റെ കുഞ്ഞിന്റെയും പെണ്ണിന്റെയും പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാൻ വേണ്ടി 1.5 രൂപയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്ലേഡിന് വേണ്ടി ഒരു തലേക്കെട്ടുകാരൻ അങ്ങാടിയിലേക്കോടി ആ ബ്ലേഡ് കൊണ്ട് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാൻ മാത്രം മനസ്സാക്ഷിക്കുത്തില്ലാത്ത പുരോഹിതവർഗം ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസരംഗത്തും കുടുംബരംഗത്തും സാമ്പത്തിക രംഗത്തും മനുഷ്യന്റെ സാമൂഹിക രംഗത്തും ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സർവ്വവേദനക്കും ഒരു കാരണമേയുള്ളൂ. നാഥന്റെ വിശ്വാസത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് പലരും അകലാൻ തുടങ്ങി. ചൂഷണമില്ലാത്ത, ബഹുദൈവ വിശ്വാസത്തെ പ്രേരിപ്പിക്കാത്ത, ഏതെങ്കിലും അർത്ഥത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു ജീവിത രീതിയും അള്ളാന്റെ തിരുദൂതൻ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മുൻപിലിരിക്കുന്ന ഈ സമൂഹത്തോട് ആർജവത്തോടെ നമുക്ക് പറയാൻ പറ്റണം, ഏകദൈവ വിശ്വാസത്തിൽ ഇന്ന് വരെ ഒരു ജാറത്തിങ്കലും പോയി ഒരു മക്ബറയും മൂടാതെ, ഒരു മന്ത്രി ചോദുന്ന ഏലസിനും കാത്തു നിൽക്കാതെ, ഒരു മുടിയിട്ട വെള്ളത്തിനും ക്യൂ നിൽക്കാതെ, ഒരുത്തന്റെ തുപ്പലിനും കാത്തു നിൽക്കാതെ നമുക്ക് ആർജവത്തോടെ ജീവിക്കാൻ സാധിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഥാർത്ഥ ആദർശം ഈ സമൂഹത്തിന് ഓതിക്കൊടുത്ത മുൻഗാമികളുടെ ത്യാഗത്തിന്റെ ചരിത്രങ്ങളെ കൊണ്ടായിരുന്നു. വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, NV അബ്ദുസലാം മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, M മുഹമ്മദ് മദനിയെ പോലെ പൂർവികന്മാരായ നമ്മുടെ ശ്രേഷ്ഠ പണ്ഡിതന്മാർ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്കും പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾക്കും ആദർശത്തിന്റെയും തൗഹീദിന്റെയും വെളിച്ചമോദിക്കൊടുത്തപ്പോ വിരളിലെണ്ണാവുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്ന്, വിരളിലെണ്ണാവുന്ന മുവഹിദീങ്ങളിൽ നിന്ന്
കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയാലും തീരാത്തത്ര ജനബാഹുല്യത്തിലേക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ. ഒരു ജാറത്തിലേക്കും ക്ഷണിച്ചതിന്റെ പേരിലോ ഒരു മുടിയിട്ട വെള്ളം വിറ്റതിന്റെ പേരിലോ അല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് ഈ ഉമ്മത്തിനെ ക്ഷണിച്ചതിന്റെ പേരിൽ ആ ഉത്തരവാദിത്വം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ സമൂഹത്തിന്റെ മുൻപിലേക്ക് നമ്മളെ ആ പ്രബോധനത്തിന് ഇറങ്ങാനുള്ളൂ.